അടുത്തത് കുറച്ച് പ്രിസിഷൻ ആവശ്യമുള്ള ഒരു ഗെയിമാണ്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജാരി കളിക്കും, പക്ഷെ എനിക്ക് തീരെ അറിയാത്ത ഒരു ഗെയിമാണ് ഈ ക്യാരംസ് എന്ന് പറയുന്നത്. എൻ്റെ പപ്പ ക്രേസാണ് പപ്പയ്ക്ക് ക്യാരം. പിന്നെ ഇവിടുത്തെ ക്യാരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും അങ്ങ് ഒരു ഫണ്ണിന് കളിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ അറിയണമെന്നൊന്നുമില്ല, നമുക്കങ്ങ് കളിക്കുക തന്നെ അല്ലേ? യെസ്. ക്യാരം കളിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ? ചെറുപ്പത്തിൽ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടുന്ന് കളിക്കായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡിന്റെ സമയത്ത് എപ്പോഴും എല്ലാ വീട്ടിലും അത് വേണ്ട ഇതിടാം കഴിഞ്ഞു. ഓക്കെ, കോവിഡിന്റെ സമയത്ത് ഒട്ടുമിക്ക വീട്ടിലും ഇതായിരുന്നു ലെഷർ ടൈം ആക്ടിവിറ്റി, ടൈം പോകാൻ വേണ്ടി കളിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അമ്മേ ഇത് നമുക്ക് യൂഷ്വലി കളിക്കാൻ അറിയണമെന്നില്ല, വെറുതെ രസത്തിന് കളിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ? എന്താ കളിക്കാൻ അറിയണമെന്നൊന്നുമില്ല, വെറുതെ രസത്തിനാ കളിക്കുന്നതെന്ന് എങ്ങനെ പറയാ? We don't need to know the game, we're just playing. We are just playing it for fun. Okay. അയ്യേ. Okay. You arrange the coins first. അവൾ ഒരു കോയിനെ പോലും സ്ട്രൈക്ക് ചെയ്തില്ല. ഞാനിപ്പോൾ സ്ട്രൈക്ക് ചെയ്യും, പക്ഷെ അത് വീഴില്ല. ഓ, വീഴാൻ പോയി. ക്ലോസ് ആയിരുന്നു. ഓക്കെ, സോ നിന്റെ വീട്ടിൽ ആരെങ്കിലും ക്യാരംസ് കളിക്കാറുണ്ടോ എന്നെങ്ങനെയാ ചോദിക്കുക? Does anyone play ക്യാരംസ് at your home? ഓക്കെ, ഞങ്ങൾ വീട്ടിലെല്ലാവരും സൺഡേ ആവുമ്പം ക്യാരംസ് കളിക്കാറുണ്ടെന്ന് എങ്ങനെയാ പറയാ? ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സൺഡേ ആവുമ്പോൾ ക്യാരംസ് കളിക്കാറുണ്ട്. വെരി ബാഡ് അറ്റ് ഇറ്റ്. We used to play. യൂസ് ടു ഉണ്ടല്ലോ, കളിക്കാറുണ്ട്. We play caroms every Sunday. വീട്ടിൽ എല്ലാവരും at home. എവറിബഡി. സത്യം പറഞ്ഞ എന്റെ ബ്രെയിൻ ഭയങ്കര ഡെഡ് ആയി കിടക്കുക. ഇത് എനിക്കാണോ വയ്യാത്തത്, ഇവൾക്കാണോ? ബ്രെയിനില്ലേ ഇങ്ങനെ സെന്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു ഇത് പറയാണ്. സോ എവരിവൺ ഇൻ our house play caroms every weekend. Okay. അപ്പൊ എന്തായാലും ക്യാരം നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് അടുത്ത കുറച്ച് ഫൺ ഗെയിംസിലേക്ക് പോവാം. ആക്ച്വലി അടുത്തത് കുറച്ച് വെറൈറ്റി ഗെയിംസ് തന്നെയാണ്, കാണിച്ചു തരാം. അമ്മ ഇവിടെ മഴ കാരണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, സോ ചെസ് ഉണ്ട്. എനിക്ക് ഏണിയും പാമ്പ് പറയാം. സോ നമുക്ക് അപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിക്കാം. ഐ മീൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്നാ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഉള്ളിലുണ്ടോ വേറെ? ഇല്ല. ഓക്കെ, സോ ചെറുപ്പത്തിൽ എപ്പോഴും ഞാൻ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിക്കായിരുന്നു എന്ന് എങ്ങനെയാ പറയാ? I used to play snakes and ladders when I was a child. അല്ലെങ്കിൽ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്നും പറയും. അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് എന്ന് എങ്ങനെയാ പറയാ? എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. Snakes and ladders was the game we used to play. That we used to play every time. Used to play in our childhood. Okay. So I'm gonna roll the dice. Dice ഇടുന്നതിനെയാണ് നമ്മൾ റോളിംഗ് ദ ഡൈസ് എന്ന് പറയുന്നത് കേട്ടോ. 5. എത്രയായിരുന്നു? 6 കിട്ടിയാലേ മറന്നു ആക്ച്വലി. No. Okay. So ഇത് ഒരു ലക്ക്, അത് നമ്മുടെ ഭാഗ്യം വെച്ചിട്ടുള്ള ഒരു കളിയാന്ന് എങ്ങനെയാ പറയാ? 6. This game is purely depends upon our luck. This game is purely depends on. This game purely depends on our luck പറ്റും. അല്ലെങ്കിൽ this game is purely based on our luck എന്ന് പറ്റും. ഡിപ്പെൻഡിന് പകരം ബേസ്ഡും പറ്റും. പണ്ടൊക്കെ ഈ പാമ്പും കോണിയും കളിക്കുമ്പോൾ അടിയൊക്കെ ആവുമായിരുന്നു. ഇത് ആക്ച്വലി പാമ്പും കോണി മാത്രമല്ല കേട്ടോ, ഇപ്പുറത്ത് ലൂഡോ ഉണ്ട്. ആൻഡ് ലൂഡോ അടിയിൽ വേറൊരു ഗെയിം ഉണ്ട്. അത് ഇന്നലെ ഷിബിൽ സാറും ആയിഷയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഗെയിമിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. ആ ഗെയിമിന് എന്താ പേരെന്ന് അറിയോ? ഇല്ല, അതെനിക്കറിയില്ല. ഇതൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ. ഓക്കെ, സോ എനിവേ, സോ ഇവിടെ ഈ പറഞ്ഞ പോലെ കുറേ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്, ചെസ് പോലെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് കളിക്കാൻ പറ്റിയ കളികളുണ്ട്. ക്യാരംസ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ചെറിയൊരു ബാസ്കറ്റ് ബോൾ എറീന ഉണ്ട്. അപ്പം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഫാമിലിന്റെ ഒക്കെ കൂടെ വന്നാലും കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ. അപ്പം ഇവിടെ വന്ന് കളിക്കുമ്പോൾ സമയം പോകുന്നതേ നമ്മൾ അറിയില്ല എന്ന് എങ്ങനെയാ പറയാ? You don't notice the time when you play games.
Here. Okay, you don't notice the time passing by when you play here. അല്ലെങ്കിൽ once you start playing here. Because കുറേ സാധനങ്ങളുണ്ട് നമ്മളെ എൻഗേജ്ഡ് ആക്കി വെക്കാനായിട്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഗെറ്റ് അവേ അല്ലെങ്കിൽ കുറച്ച് ഫാമിലി ടൈം അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്കായിട്ടുള്ള ഒരു ടൈം ഒക്കെ ഈസ് വെരി നെസസറി ഇൻ എവറിബഡീസ് ലൈഫ് ടു ജസ്റ്റ് take a break from your usual life and just feel free and just live in the moment. അതിനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ആൻഡ് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിൽ കോഴ്സ് കമന്റ് ചെയ്ത് ആൻഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.